വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു ലഞ്ച് റെസിപ്പീസ് ആയിട്ട് കേട്ടോ. അപ്പോൾ 10 മിനിറ്റിനുള്ളിൽ എങ്ങനെ കറികൾ ഉണ്ടാക്കാൻ നോക്കാം. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമുക്ക് ഒരു കായ എടുത്തിട്ടുണ്ട്, അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഒരു തക്കാളി അങ്ങനെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തത് കാന്താരി മുളക് 4 എണ്ണം എടുത്തിട്ടുണ്ട്, അതില്ലെങ്കിൽ പച്ചമുളക് 2 എണ്ണം എടുത്താൽ മതി. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാട്ട് കുറച്ച് കുറവുണ്ട് കേട്ടോ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ എടുക്കാൻ നല്ല കളറുണ്ടാവും കേട്ടോ കറിക്ക്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ. ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ കറിവേപ്പില ഉപ്പ് ഇട്ടിട്ടുണ്ട്, നേരത്തെ ഇടണം കേട്ടോ. ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ വെണ്ടക്കായ ഉപ്പേരിയാണ് ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ വെണ്ടക്ക നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെ തുടച്ചെടുക്കുക. അങ്ങനെ നമ്മൾ വെണ്ടക്കായ ഉപ്പേരി വെച്ചൊരു സ്റ്റിക്കി ആയിട്ടുണ്ടാവില്ലേ, അതുണ്ടാവാതിരിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടെടുത്താൽ ടിഷ്യൂവോ അല്ലെങ്കിൽ ഒരു ടവൽ വെച്ചിട്ട് തുടച്ചിട്ടെടുക്കുക. കിച്ചൻ ടവൽ വെച്ചിട്ട് തുടച്ചിട്ടെടുക്കുക കേട്ടോ. ഇങ്ങനെ തുടച്ചിട്ടെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ വയ്ക്കുക. ഇനി നമ്മൾ കറി നോക്കാം കേട്ടോ. ഇത് കണ്ട എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരാം. ഇതിലേക്ക് ഒന്നും ചേർക്കണമെന്നില്ല, ജീരകമോ പച്ചമുളകോ ഒന്നും ചേർക്കണമെന്നില്ല കേട്ടോ. വെറുതെ ഒന്നും അരച്ച് കൊണ്ടുവന്നാൽ മതി. കണ്ട ഇങ്ങനെ ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കറിയിലേക്ക് അയച്ചു കൊടുക്കുക. കണ്ട നമ്മൾ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ നാളികേരത്തിൻ്റെ പച്ചമണം മാറുമ്പോഴേക്കും ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഈ സമയത്ത് ഉപ്പോ എരിവോ കുറവുണ്ടെങ്കിൽ നോക്കുക, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. കണ്ട നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് കാച്ചി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് കടുക് വേണമെങ്കിൽ കടുക് പൊട്ടിക്കുക, അല്ലെങ്കിൽ ചെറിയുള്ളി നമ്മൾ മീൻ കറിയിൽ കാച്ചി വയ്ക്കാറില്ലേ, അങ്ങനെ കാച്ചി വയ്ക്കുക കേട്ടോ. ഞാൻ 2 കായ എടുത്തിട്ടില്ല, ഒരു കായ എടുത്തിട്ടുണ്ടല്ലോ കേട്ടോ. കണ്ട നമുക്ക് കാച്ചി വയ്ക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ ഉണക്ക ചെമ്മീനില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക.
ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. ഒരു പാൻ എടുക്കാം. ഇങ്ങനെ പരന്നുള്ള പാൻ എടുത്തിട്ട് നമുക്ക് വെണ്ടക്കായ ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. നമുക്കൊരു ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ട ഇങ്ങനെ നന്നായിട്ട് വാടി വരണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ചതച്ച മുളക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് പച്ചമണം മാറുമ്പോഴത്തേക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. നമ്മൾ വെണ്ടക്കായ കട്ട് ചെയ്തത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. കട്ട് ചെയ്ത ശേഷം തളിച്ച ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. കട്ട് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. കണ്ട നമ്മൾ വെണ്ടക്കായൊക്കെ ഇതിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മിക്സ് ചെയ്ത ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വാടി വരണം കേട്ടോ. അതിനുശേഷം മൂടി മാറ്റിയിട്ട് ഇങ്ങനെ നമുക്ക് ഒന്ന് ഫ്രൈ ആയ പോലത്തെ ആക്കിയെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഉണ്ടാൽ മതി. നമ്മൾ വെണ്ടക്കായ ഉപ്പേരി റെഡി ആയിട്ട് കിട്ടും. കണ്ട സ്റ്റിക്കായിട്ടില്ല. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. കണ്ട ഇത്തിരില്ല കേട്ടോ. നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. ഇതിനാണ് ഇവിടെ സ്ഥിരം ഉണ്ടാക്കാറുള്ളത് കേട്ടോ. കുറച്ച് നാളികേരം എടുക്കുക. അതിലേക്ക് മാങ്ങയിട്ട് എടുക്കുക. പിന്നെ എൻ്റെ ലുലുവിലേക്ക് പോകുമ്പോൾ കാന്താരി മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട കാരണം കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കണമെന്നുണ്ട്. പച്ചമുളക് എണ്ണയിൽ 2 പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതിട്ടോ. കണ്ട നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇത്രയല്ല കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കണമെന്നുണ്ടാവും, പക്ഷെ ഞാൻ ഉണ്ടാക്കേണ്ട ഇത് കാണിച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ചോറ് വെള്ളപ്പാട്ടോ. ചൂടുള്ള ചോറും ചമ്മന്തിയും പിന്നെ ചമ്മന്തിയും പിന്നെ വെണ്ടക്കായ ഉപ്പേരിയും. കണ്ട നല്ല സ്റ്റിക്കായിട്ടൊന്നുമില്ല. അടിപൊളി വെണ്ടക്കായ ഉപ്പേരി കേട്ടോ. കണ്ട നമ്മൾ കറി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വെച്ചെടുക്കുക. കുറച്ച് അച്ചാറെടുക്കാം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയല്ല കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.